ഈ കാണുന്ന കിണറും അതിനടുത്ത് കാണുന്ന തൊട്ടിക്കല്ലും കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം ഇത് കന്നുകാലികൾക്ക് കുടിക്കാനുള്ള തൊട്ടിക്കല്ലാണെന്ന്. എന്നാൽ അങ്ങനെയല്ല. ആയിരത്താണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനെ അടിമയാക്കി തളച്ച് അവർക്ക് കുടിക്കുവാൻ വേണ്ടി പണിത തൊട്ടിക്കല്ലാണിത്. ഇത് ഇന്നും അവിടെ കാണാം. ഇത് എത്ര വർഷം അല്ലെങ്കിൽ എത്ര കാലം ഇത് സംരക്ഷിക്കപ്പെടുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. എല്ലാവർക്കും വന്ദനം. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലുള്ള മാമം എന്ന സ്ഥലത്താണ്. ഈ മാമം ചന്തയ്ക്ക് ഒരു ചരിത്രമുണ്ട്. ഈ ചരിത്രമെന്ന് പറയുന്നത് ഇന്ന് നാൽക്കാലികളെ വിൽക്കുന്ന ചന്തയാണെങ്കിൽ ഒരു 100 വർഷങ്ങൾക്കപ്പുറം മനുഷ്യനെ അടിമയാക്കി തളച്ചുകൊണ്ട് അടിമലായനങ്ങൾ കെട്ടിപ്പണിതുകൊണ്ട് വിൽക്കുന്ന ഒരു ചന്തയാണ്. ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ പുതുതലമുറയിൽപ്പെട്ട എത്ര പേർക്ക് അറിയാൻ കഴിയും ഇതൊരു അടിമച്ചന്തയായിരുന്നു. ജന്മം, കാണം, പാട്ടം എന്ന വ്യവസ്ഥകളിൽ മനുഷ്യനെ അടിമയായി വിൽക്കുന്ന ഒരു ചന്തയാണ്. അടിമത്തം എന്ന് പറയുമ്പോൾ ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ എത്രത്തോളം ഭീകരമാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ. ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും അടിമത്തം ഉണ്ടെങ്കിൽ പോലും അടിമത്തവും അയിത്തവും നിറഞ്ഞ രാജ്യമെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയാണ്. മറ്റുള്ള രാജ്യങ്ങളിൽ അടിമത്തത്തിൻ്റെ ചരിത്ര അവശേഷിപ്പുകൾ ഇന്നും ചരിത്രമായി സൂക്ഷിക്കുകയും മ്യൂസിയങ്ങളിൽ അത് മറ്റുള്ള സമൂഹത്തെ അത് പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഈ രാജ്യത്ത് അടിമത്തത്തിൻ്റെ അടയാളങ്ങളോ ചരിത്ര അവശേഷിപ്പുകളോ ഒന്നും തന്നെ കാണാൻ കഴിയില്ല. നായ്ക്കളെ പോലെ അയിത്തക്കുട്ടികളെ വെള്ളിച്ചങ്ങലക്കിട്ട് തളച്ചു പൊതുനിരത്തിലൂടെ ഉലാത്താൻ ആഗ്രഹിച്ച ശക്തൻ തമ്പുരാന്മാരും സ്ത്രീകളുടെ മാറിൻ്റെ വലിപ്പച്ചെറുപ്പമനുസരിച്ച് നികുതി ചുമത്തി ഖജനാവ് വീർപ്പിക്കാൻ ആഗ്രഹിച്ച ധർമ്മരാജാക്കന്മാരും മനുഷ്യാവകാശങ്ങളെ പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കാൻ ആഗ്രഹിച്ച റീജന്റ് റാണിമാരും അവരുടെ സന്തതി പരമ്പരകളും ആത്മാർത്ഥമായി ശ്രമിച്ചപ്പോഴും അതിൻ്റെ മർമ്മത്തിയേറ്റ തിരിച്ചടി നോണം AD 1863 വെങ്ങാനൂർ താലൂക്കിൽ മുക്കോല എന്ന സ്ഥലത്ത് പെരുങ്കാറ്റ് വിളയിൽ അയ്യൻ്റെയും മാലയുടെയും പുത്രനായി ആ മഹത് പിറവി പിറക്കുകയുണ്ടായി. ലോകം കണ്ട ഏറ്റവും വലിയ കറുത്ത വിപ്ലവകാരിയായ മഹാത്മാ അയ്യങ്കാളി യജമാൻ്റെ ചരിത്ര പോരാട്ടങ്ങളും ചരിത്ര കാഴ്ചയിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. ഈ വരുന്ന ഓഗസ്റ്റ് 28 മഹാത്മാ അയ്യങ്കാളി യജമാൻ്റെ പിറവി ദിനമാണല്ലോ. നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം ചരിത്ര ഭൂമിയിലേക്ക്. അയ്യങ്കാളി യജമാൻ്റെ പിറവി ദിനമാണ്. ആഗസ്റ്റ് പിറവി ദിന ആശംസകൾ നേർന്നുകൊള്ളുന്നു. ഞാൻ ഈ നിൽക്കുന്ന മണ്ണെന്ന് പറയുന്നത് മഹാത്മാ അയ്യങ്കാളി യജമാനെ ജനിച്ച മണ്ണാണ്. വെങ്ങാനൂർ താലൂക്കിൽ മുക്കോലയിൽ പെരുങ്കാറ്റ് വിള എന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. കളിച്ചുകൊണ്ടുന്ന തലപ്പന്ത് ഒരു സവർണൻ്റെ പറമ്പിൽ വീണെന്ന കാരണത്താൽ സ്വന്തം മാതാപിതാക്കളെ കാഞ്ഞിരച്ചാട്ട കൊണ്ട് കെട്ടിയിട്ട് തല്ലുന്നത് നോക്കി നിൽക്കേണ്ടി വന്ന ബാല്യത്തിലെ കലാപകാരിയായ മഹാത്മാ അയ്യങ്കാളി യജമാൻ ഊറുപിള്ള. മഹാത്മാ അയ്യങ്കാളി യജമാൻ്റെ 4ാം തലമുറയിൽപ്പെട്ട കുടുംബക്കാരുമായി നമുക്കൊന്ന് വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, ചോദിച്ചറിയാം അവരുടെ അനുഭവങ്ങൾ. അതായത് അത് ഈ ബംഗാള് കണ്ണയുടെ മകൾ നാരായണിയുടെ മകനാണ്. കുറ്റക്കാര ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് തല ചായ്ക്കാനിട, അതായത് ഭൂമി വെച്ചു കൊടുക്കണമെന്ന് മറ്റേ പ്രജാസഭയിൽ മൂത്ത സഹോദരി കണ്ണയുടെ മകളുടെ മകനാണ് ഞാൻ. അതിൽ ആർക്കും തന്നെ വിദ്യാഭ്യാസം കിട്ടിയിരുന്നില്ല. ഏറ്റവും ഇളയ ആൾ വേലിക്കുട്ടി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ആ വേലിക്കുട്ടി ഇവിടെ നിന്ന് കാഞ്ഞിരംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ചെന്ന് സ്കൂളിൽ ചേർന്നു. 5ാം ക്ലാസ് വരെ പഠിച്ചു. ഈ വളമെന്ന് പറയുന്നത് മഹാത്മാ അയ്യങ്കാളി യജമാൻ ഉപയോഗിച്ചിരുന്ന വളമാണ്. 120ഓളം വർഷം പഴക്കമുള്ളൊരു വളമാണ്. ഇപ്പോഴും ഒരു കേടില്ലാതെ ഇന്നും ഇത് സൂക്ഷിക്കുന്നുണ്ട്.
ഞാൻ ഈ നിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് പ്ലാവർത്തല വീട്, അതായത് മഹാത്മാ അയ്യങ്കാളി യജമാനൻ ചെല്ലമ്മ എന്ന യുവതിയെ വിവാഹം കഴിച്ചുകൊണ്ട് ഒരുമിച്ച് ജീവിച്ച സ്ഥലമാണ്. ഈ സ്ഥലത്ത് ഒരു 100 വർഷങ്ങൾക്കപ്പുറം വലിയൊരു 2 നില വീടായിരുന്നു. തട്ടുംപുറത്ത് ആയിരുന്നു യജമാൻ ഉറങ്ങിയത്. ആ കാലഘട്ടത്ത് വടക്കു നിന്നായാലും തെക്ക് നിന്നായാലും എല്ലാ ജനസമൂഹങ്ങളും ഇവിടെ വന്ന് ചേരുന്നതും ഇവിടെ വരുന്നവർക്ക് ഭക്ഷണം കൊടുത്തുന്ന വീടുമായിരുന്നു. യജമാൻ അയ്യങ്കാളിയുടെ ചരിത്രം പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ നിലനിന്ന വ്യവസ്ഥ എന്ന് പറയുമ്പോൾ സ്വന്തമായി മുടി മുറിക്കുവാനോ താടി ക്ഷൗരം ചെയ്യാനോ കഴിയാത്തൊരു കാലഘട്ടമായിരുന്നു. ചെരുപ്പ് ധരിക്കാനോ തലപ്പാവ് വയ്ക്കാനോ കഴിയാത്ത കാലഘട്ടം. തലമുടി മുറിച്ചാൽ തല ഛേദിക്കുന്ന കാലഘട്ടം. ചെരുപ്പ് ധരിച്ചാൽ പാദങ്ങൾ അറുത്തു മാറ്റുന്ന കാലഘട്ടം. ആ ഒരു വ്യവസ്ഥയ്ക്കെതിരെ അയ്യങ്കാളി യജമാനൻ സ്വന്തമായി മുടി മുറിച്ചുകൊണ്ടാണ് പൊതുസമൂഹത്തിലേക്ക് അദ്ദേഹം ഇറങ്ങുന്നത്. കൂടപ്പിറപ്പുകളെ, ഈ വരുന്ന ആഗസ്റ്റ് 28-ാം തീയതി യജമാൻ അയ്യങ്കാളിയുടെ 163-ാം പിറവി ദിനമാണല്ലോ. ഈ പിറവി ദിന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് നെടുമങ്ങാട് ചന്ത കലാപത്തെക്കുറിച്ചാണ്. പകലന്തിയോളം പാടത്തും പറമ്പത്തും പണി ചെയ്തിട്ടും പൊതുസമൂഹത്തിൽ നിന്ന്, പൊതുചന്തയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതിനോ നമ്മുടെ സ്ത്രീകൾക്ക് ചന്തയിൽ പ്രവേശിക്കാനോ നിയമം അനുവദിച്ചിരുന്നില്ല. ഇതിനെതിരെ യജമാൻ അയ്യങ്കാളി നടത്തിയ ചരിത്രപ്രധാനമായിട്ടുള്ള സംഭവമാണ് നെടുമങ്ങാട് ചന്ത കലാപം എന്നറിയപ്പെടുന്നത്. ഈ ചരിത്രം ഇന്ന് വിസ്മരിക്കപ്പെടുകയാണ്. ഈ ചരിത്രത്തെ നമ്മുടെ പുതുതലമുറയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരുമിച്ച് സഞ്ചരിക്കാം. എങ്ങാനും പോയാലും വെങ്ങാനിൽ പോകരുത് എന്നൊരു ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമോ? ആ ചൊല്ലുണ്ടാവാൻ ഒരു കാരണമുണ്ട്. ചന്ദനക്കട്ടിലെ ആചാരവുമായി ബന്ധപ്പെട്ടാണ് ആ ചൊല്ലുണ്ടായത്. ചന്ദനക്കട്ടിലെ ആചാരം എന്ന് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിൽ ഗോത്ര സമൂഹത്തിൽപ്പെട്ട ആൾക്കാർക്ക് ആചാരപൂർവ്വം വിവാഹം കഴിക്കാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ വിവാഹം കഴിച്ചാൽ ആദ്യ രാത്രി ശയിക്കേണ്ടത് ഒരു സവർണന്റെ കൂടെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിൽ ആരും തന്നെ വിവാഹം ആചാരപൂർവ്വം നടത്തിയില്ലായിരുന്നു. പകരം വിളിച്ചുകൊണ്ട് പോക്കായിരുന്നു പരസ്പരം ഇഷ്ടപ്പെട്ട്. ആ ഒരു കാലഘട്ടത്തിൽ ആ വ്യവസ്ഥക്കെതിരെ മഹാത്മാ അയ്യങ്കാളി യജമാനൻ ആദ്യമായി ആചാരപ്രകാരം വിവാഹം കഴിക്കുകയും ഞാൻ ഈ നിൽക്കുന്ന മണ്ണിൽ ചെല്ലമ്മ എന്ന യുവതിയെ വിവാഹം കഴിച്ച് കൊണ്ടുവരികയും അന്നത്തെ രാത്രി ചന്ദനക്കട്ടിലുമായി സവർണന്മാർ ഈ പറമ്പിൽ വരികയും ആ സവർണന്മാരെ ലിംഗം ഛേദിച്ചു വിടുകയും ചെയ്ത ചരിത്രം എത്ര പേർക്ക് അറിയാം? ഇന്ന് കാണുന്ന കേരളത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ അല്ലെങ്കിൽ പരിവർത്തിക്കപ്പെടുന്നതിൽ യജമാൻ അയ്യങ്കാളി നൽകിയ സംഭാവന മഹത്തരമാണ്. ആ സംഭാവനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജാതി വഴികൾ റദ്ദാക്കപ്പെട്ടു എന്നുള്ളതാണ്. ജാതി വഴികൾ റദ്ദാക്കപ്പെടുകയും പൊതുവഴികൾ തുറന്നെടുക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു മനുഷ്യകുലത്തെ ജാതി വഴികളിലൂടെ വിഭജിച്ച ഒരു കേരളത്തെ ഒരു പൊതു സമൂഹത്തെ ഒരേ വഴിയിലൂടെ നടത്താൻ പ്രാപ്തനാക്കിയ സമര പോരാളിയാണ് യജമാൻ അയ്യങ്കാളി എന്ന് പറയുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. അദ്ദേഹത്തെക്കുറിച്ച് കേരളം ഇപ്പോൾ പഠിച്ചു വരികയാണ്. അതിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രകമ്പനങ്ങളും കേരളത്തിൻ്റെ മണ്ണിൽ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു. പലതരത്തിലുള്ള ഉയർത്തെഴുന്നേൽപ്പിനും സാക്ഷ്യം വഹിക്കുന്ന ഒരു കേരളം ഇനി അടുത്ത യജമാൻ അയ്യങ്കാളിയുടെ ജന്മദിനത്തോടുകൂടി തുടക്കം കുറിക്കപ്പെടുകയാണ്. ഇന്ത്യയുടെ തന്നെ സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ അച്ചുതണ്ടായ മഹാത്മാ അയ്യങ്കാളിയുടെ യജമാനൻ്റെ ഈ വരുന്ന ജന്മദിനാഘോഷം കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെമ്പാടും ആഘോഷിക്കപ്പെടുകയാണ്. ആ ആഘോഷത്തോടൊപ്പം തന്നെ ഞാനും പങ്കാളികളാകുന്നു. ആ ആഘോഷത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആൾക്കാർക്കും എൻ്റെ പിറവിദിന ആശംസകൾ നേരുന്നു. ഈ മണ്ണിന് വേറൊരു ചരിത്രം കൂടിയുണ്ട്. വില്ലുവണ്ടി യാത്ര നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. 1893 ജനുവരി 30 വെളുത്തു കൊഴുത്ത കാളകളെ കെട്ടി രാജാവിൻ്റെ വീതിയിലൂടെ യജമാൻ അയ്യങ്കാളി അന്ന് ഞാൻ പോയിരിക്കുമെന്ന് പ്രഖ്യാപിച്ചതും പുറപ്പെട്ടതുമായ മണ്ണാണ് ഈ ചരിത്രമംഗൽ മണ്ണ്. ഇവിടെയാണ് അയ്യങ്കാളി യജമാനൻ സ്ഥാപിച്ച കോടതി നിലനിന്നിരുന്ന സ്ഥലം. ഇന്നത് കാണാൻ കഴിയുന്നില്ല. ഉയിരിൽ നിന്ന് ഉടലിലേക്കുയർത്താൻ ഉറുപ്പുള്ളേട ഉറപ്പ്
അയ്യൻകാളി ഇന്ത്യയിലെ തദ്ദേശീയ ജനസമൂഹത്തിൻ്റെ അഭിമാനം. മനുഷ്യാവകാശങ്ങൾ എല്ലാവർക്കും തുല്യമാണ് എന്ന് നമ്മെ പഠിപ്പിച്ചു തന്ന ധീര വിപ്ലവകാരിയാണ് അദ്ദേഹം. വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടി അദ്ദേഹം ആരംഭിച്ച കാർഷിക സമരം 8 ആവശ്യങ്ങൾ നിറവേറ്റി തന്നുകൊണ്ടാണ് അദ്ദേഹം അവസാനിപ്പിച്ചത്. ലോകത്തിൽ തന്നെ പല ചരിത്ര പുരുഷന്മാരുണ്ട് എങ്കിലും ഒരു സാമൂഹിക സാംസ്കാരിക വിപ്ലവ നായകൻ എന്ന രീതിയിൽ അദ്ദേഹം എപ്പോഴും വേറിട്ട് നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ പരിശോധിച്ചാൽ മനുഷ്യാവകാശങ്ങൾ എല്ലാവർക്കും തുല്യമാണ് എന്ന് നമ്മെ അദ്ദേഹം വ്യക്തമായി പഠിപ്പിച്ചു തരുന്നു. ആധുനിക കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങൾ വിസ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെ എല്ലാവരിലേക്കും എത്തിക്കുക എന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഈ ആധുനിക കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ, മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ ചരിത്ര താളുകളിൽ നിന്ന് വിസ്മരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ പുതുതലമുറയിലേക്ക് എത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെയേറെയാണ്. ഈ കാണുന്ന കിണറെന്ന് പറയുന്നത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ആ ഒരു കാലഘട്ടത്തിൽ അയിത്തജാതിയിൽപ്പെട്ട ആർക്കും തന്നെ സ്വന്തമായി കിണർ നിർമ്മിച്ച് അതിൽ നിന്ന് വെള്ളം കുടിക്കാനുള്ള സ്വാതന്ത്ര്യമോ അവകാശമോ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ അയ്യങ്കാളി യജമാനും സാഹചര്യ പരിപാലന സംഘാംഗങ്ങളും ചേർന്നുകൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് നിർമ്മിച്ച കിണറാണ്. അതിലൂടെ തന്നെ ലോകത്തിൽ ഒരു വിപ്ലവമാണ് അയ്യങ്കാളി യജമാനൻ കൊണ്ടുവന്നത്. ആഗസ്റ്റ് 28 യജമാൻ അയ്യങ്കാളിയുടെ 163ാമത് ജന്മദിനമാണ്. ആദിഗോത്ര ജനതയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ എക്കാലത്തും സ്മരിക്കപ്പെടുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്നും നമ്മൾക്ക് വഴികാട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മളെ സംബന്ധിച്ച് എപ്പോഴും ഊർജം നൽകുന്നതാണ്. ബുദ്ധിയെ കൃഷി ചെയ്യുന്ന സവർണ കുട്ടികളെയും നാറുന്ന ചെളിയിൽ കൃഷി ചെയ്യുന്ന അയിത്ത കുട്ടികളെയും ഒരുമിച്ച് പള്ളിക്കൂടത്തിൽ ഇരുത്തി പഠിപ്പിക്കാൻ അനുവദിക്കരുത്. അത് കുതിരയെയും ചെളിയിൽ കിടക്കുന്ന പോത്തിനെയും ഒരുമിച്ച് ഒരു നുകത്തിൽ കെട്ടുന്നതിന് തുല്യമാണ് എന്ന് മുഖപ്രസംഗം എഴുതിയ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അതിനെതിരെ വെല്ലുവിളിച്ചുകൊണ്ട് പൂജാരികൻ്റെ മകൾ പഞ്ചമിയും കൊണ്ട് ഉരുട്ടമ്പലം സ്കൂളിൽ പ്രവേശിച്ച മഹാത്മാ അയ്യങ്കാളി യജമാനൻ. പഞ്ചമിയുടെ എഴുത്താണി വാങ്ങി വിരലുകൾ അറുത്തുമാറ്റാൻ പറഞ്ഞ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളമാരും പൂത്തലത്ത് കൃഷ്ണപിള്ളമാരും ഇന്നും നമ്മുടെ സമൂഹത്തിൽ പുനർജനിച്ചുകൊണ്ടേയിരിക്കുന്നു. യജമാനൻ അയ്യൻകാളി സമരരൂപങ്ങളുടെ ആൾരൂപം, ഇച്ഛാശക്തിയുടെ പ്രതിരൂപം, ദ റിയൽ ഹീറോ യജമാനൻ അയ്യൻകാളി. വെളുത്തു കൊഴുത്ത കാളകളെ കെട്ടി ഓട്ടുമണി മുഴക്കി ആര്യ സംസ്കാരത്തെ വിരളി പിടിപ്പിച്ച വില്ലുവണ്ടി യാത്ര. ഈ മണ്ണിൽ സ്വതന്ത്രമായി സഞ്ചരിക്കുവാൻ വെങ്ങാലിൽ നിന്ന് തിരുവിതാംകൂറിലെ പെരുവഴി താണ്ടി രാജവീതിയായ കവടിയാറിൽ കാഞ്ഞിരച്ചാട്ടയും കടാരയും ഏന്തി ജാതി സംരക്ഷകരെ മുട്ടുകുത്തിച്ച ആദ്രി ദ്രാവിഡ ജനതയുടെ ആത്മാഭിമാനത്തിന് തിരികൊളുത്തിയ സഞ്ചാര സ്വാതന്ത്ര്യ സമരം. സവർണ വർണ്ണങ്ങൾക്ക് പോലും കടന്നു ചെന്നെത്തിപ്പെടാൻ കഴിയാത്ത രാജവീതിയിൽ വില്ലുവണ്ടി പായിച്ച് രാജാവിനും പ്രജയ്ക്കും മനുഷ്യാവകാശങ്ങൾ തുല്യമാണെന്ന് സന്ദേശം നൽകിയ ധീര വിപ്ലവകാരി. തടയാൻ വരുന്നവരോട് അയ്യങ്കാളി യജമാനൻ പറഞ്ഞു, കാളയുടെ കാൽ പിന്നോട്ടാണെങ്കിലും കാളിയുടെ കാൽ മുന്നോട്ട് തന്നെ ആയിരിക്കും. എല്ലാവർക്കും എൻ്റെ പിറവി ദിനാശംസകൾ. ആഗസ്റ്റ് 28 പിറവി ദിന ആശംസകൾ. ആഗസ്റ്റ് 28 യജമാൻ അയ്യങ്കാളിയുടെ പിറവിദിന ആശംസകൾ. എല്ലാവർക്കും പിറവിദിന ആശംസകൾ.